നമസ്കാരം. ക്രിക്കറ്റിന്റെ മായാലോകത്തേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. അപ്പോ അതിന് മുമ്പ് ഒരു കാര്യം പറയാം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ മുമ്പ് ഒരു വീഡിയോ ഇട്ട ഒരു സാധനം പറഞ്ഞിട്ടുണ്ട്. മറ്റേ സൂര്യകുമാർ യാദവിന്റെ ക്യാച്ചുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ. അത് കുറെ എണ്ണം വന്ന് കുരു പൊട്ടിക്കൊണ്ട് ഞാനെന്തോ മെനഞ്ഞ് അല്ലെങ്കിൽ എന്താണ് ഞാൻ കയ്യിൽ പറയും പോലെയൊക്കെ കുറെ എണ്ണം വന്ന് പറയുന്നുണ്ട്. ആദ്യമൊക്കെ പോയി വല്ല ചാനൽ അല്ല പിന്നെ ഈ പറയുന്ന സ്പോർട്സുമായി ബന്ധപ്പെട്ട ചാനലുകളോ അല്ലെങ്കിൽ വാർത്തകളൊക്കെ കേക്ക്. അപ്പൊ മനസ്സിലായി ഞാൻ എന്റെ കയ്യിൽ നിന്നിട്ട് പറഞ്ഞ ഇങ്ങനെ ഒരു വിവാദം അല്ല അങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട്. പാകിസ്ഥാനിലെ ഏറ്റവും കൂടുതൽ ഡിബേറ്റ് ഇതിനെ ചൊല്ലി നടക്കുന്നത്. അതായത് പാകിസ്ഥാനിലെ മുൻ ക്രിക്കറ്റേഴ്സ് വരെ ഇതിനെ എന്ത് ചെയ്യുന്നുണ്ട്, അവർ പറയുന്നു അത് സൂര്യകുമാർ യാദവിന്റെ എടുത്ത ക്യാച്ച് എന്താണ് ഈ പറഞ്ഞ ബൗണ്ടറി ഇല്ലാത്ത ക്യാച്ച് അല്ല, 6 ആണ് എന്ന് തന്നെ വാദിക്കുന്നത്. അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്ക അവസാനം ഷോൺ പൊള്ളാർഡ് വന്ന് പറഞ്ഞതിന് ശേഷമാണ് സൗത്ത് ആഫ്രിക്കയിൽ കുറച്ചെങ്കിലും അടങ്ങിയത്. പക്ഷെ ഇപ്പോഴും പാകിസ്ഥാൻകാരന്മാർ അത് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഇന്ത്യ ജയിച്ചത് ചീറ്റിംഗ് കൂടെ തന്നെയാണ് എന്ന് സമർത്ഥിക്കുകയാണ്. ഇവിടെ നിനക്കൊക്കെ എന്താണ് കുരു? ഈ കുറെ എണ്ണം വന്ന് ഇന്ത്യ ജയിച്ചപ്പോൾ നിനക്കൊക്കെ ഒന്നും ഇരിക്കപ്പുറത്ത് വരുന്നില്ല. നിനക്ക് ഇത്ര കുരു പൊട്ടാനുള്ള കാര്യം എന്താണ് പറയുമ്പോ? ബുദ്ധിമാമാരെ എന്താ കുരു പൊട്ടണത്? അപ്പൊ അത് വിട്. അത് കുറെ ചൊറിച്ചിലല്ലോ കുറെ എണ്ണത്തിന് കാണാം. അവന്മാർ ഇവിടെ ചൊറിഞ്ഞോണ്ടിരിക്കും. കാരണം ഇന്ത്യ ജയിച്ചു പോയല്ലോ. അപ്പൊ അത് സഹിക്കുന്നില്ല, അത് അങ്ങോട്ട് സഹിക്കുന്നില്ല. അതിന്റെ ആ കരച്ചിൽ, ആ മോങ്ങൽ എന്റെ കമന്റ് ബോക്സിൽ കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നു. ഇപ്പൊ ഞാൻ വന്നത് മറ്റൊന്നും കൊണ്ടല്ല. ഇനിയിപ്പോ എന്തായാലും ആരായിരിക്കും അടുത്ത T20 ക്യാപ്റ്റൻ എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം. കാരണം രോഹിത് ശർമ്മ റിട്ടയർഡ് ചെയ്തു, ഈ പറയുന്ന എന്താണ് വിരാട് കോഹ്ലി റിട്ടയർ ചെയ്തു, രവീന്ദ്ര ജഡേജ റിട്ടയർ ചെയ്തു, ഈ കോച്ചായ ആരും പോയിട്ടുണ്ട്, നമ്മൾ രാഹുൽ ദ്രാവിഡും പോയി. എനിക്ക് കോച്ചായിട്ട് അടുത്ത വരാൻ പോകുന്നത് നമുക്കറിയില്ല, ഗൗതം ഗംഭീറാണ്. അപ്പൊ ഇങ്ങനെ എല്ലാവരും പോയിട്ടുണ്ട്. അപ്പൊ ഇനി അടുത്ത മാസം 6-ാം തീയതി ആണെന്ന് തോന്നി. അത് ഒരു കാര്യം കൂടി പറയാം. ഇതിന് ശേഷം ഇന്ത്യക്ക് അങ്ങോട്ട് നിന്ന് തിരിയാൻ പറ്റാത്ത ഷെഡ്യൂൾ, നിന്ന് തിരിയാൻ പറ്റാത്ത കളികളാണ് ഈ വർഷം ഉള്ളത്. ഈ പറയുന്ന ആരാണ് രോഹിത് ശർമ്മയും കോഹ്ലിയും ഈ T20യിൽ നിന്ന് വിട്ടു നിൽക്കുന്നു എങ്കിലും അടുത്ത മാസം തൊട്ട് അല്ലെങ്കിൽ അതിന്റെ അടുത്ത മാസം തൊട്ട് നിരന്തരം നമുക്ക് വൺഡേയിലും പിന്നെ ടെസ്റ്റിലും കാണാൻ സാധിക്കും എന്നുള്ളതാണ്. കുറെ വൺഡേ മാച്ചസും കുറെ ടെസ്റ്റുകളും ഇനി ഒരുപാട് ചാമ്പ്യൻസ് ട്രോഫി ഉൾപ്പെടെയുള്ള കളികൾ ഇനി വരാൻ കിടക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് T20യിൽ മാത്രമാണ് അവർ വിട്ടു നിൽക്കുന്നത്. അതുകൊണ്ട് അവരുടെ ആരാധിക്കുന്നവർ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇനി അങ്ങോട്ട് ബിസി ആയിട്ടുള്ള ഷെഡ്യൂളാണ് ഇന്ത്യക്കുള്ളത്. അപ്പോ ഇവിടെ ആർക്കായിരിക്കാം ഇനി പറഞ്ഞ സിംബാബ്വെ, എനിക്ക് അടുത്ത മാസം 6-ാം തീയതി തുടങ്ങുന്ന സിംബാബ്വെ പര്യടനം 6 കളികളോ 6-7 T20 മത്സരങ്ങൾ അതിന്റെ ടീമും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിലിപ്പോ ഈ പറയുന്ന ശുഭൻ ഗില്ലാണ് എന്ത് ചെയ്തത്, ക്യാപ്റ്റനായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പൊ ഇനി അങ്ങോട്ട് ഭാവിയിൽ ആരായിരിക്കും പിന്നീട് പുതിയ, അതായത് ഈ മാസം അടുത്ത മാസം 20-ാം തീയതിക്ക് മുമ്പേ അത് പ്രഖ്യാപിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കോച്ചിനെയും പുതിയ ക്യാപ്റ്റനെയും T20 ക്യാപ്റ്റനെയും പ്രഖ്യാപിക്കുമെന്നുള്ളത്. എല്ലാ മേഖലയിലും ഒരു ക്യാപ്റ്റൻ ആയിരിക്കുമെന്ന് ഈ പറയുന്ന ഗൗതം ഗംഭീർ അങ്ങനെ ഒരു സൂചന നൽകിയതായിട്ടും റിപ്പോർട്ടുകളുണ്ട്. ഓക്കെ. അപ്പൊ ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പം ചാൻസ് ഉള്ള ഒരു വ്യക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നോക്കുന്നത് ഹാർദിക് പാണ്ഡ്യ തന്നെയായിരിക്കും അല്ലേ. പല പ്രാവശ്യം ഇന്ത്യയെ നയിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ മുംബൈ ഇന്ത്യയിൽ പിന്നെ IPL-ലും ക്യാപ്റ്റനായിട്ട് നിന്ന് കപ്പൊക്കെ എടുത്ത ചരിത്രമുണ്ട്. പിന്നെ ഇപ്പോ നമ്മുടെ നിലവിൽ ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റൻ ആയിരുന്നു വേൾഡ് കപ്പിൽ. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ചാൻസ്, ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് ഹാർദിക് പാണ്ഡ്യ. രണ്ടാമത്തെ ആള് ജസ്പ്രീത് ബുംറയാണ്. ബുംറയ്ക്കും ഈ പറഞ്ഞതുപോലെ ബുംറ 1-2 കളികൾ ഇന്ത്യ നയിച്ചിട്ടുണ്ട്. രണ്ട് കളി എന്തോ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ക്യാപ്റ്റൻ പദവി നടത്തിയിട്ട് 2 കളിയും ജയിച്ചിട്ടുണ്ട്. ബുംറയുണ്ട്. അടുത്ത സൂര്യകുമാർ യാദവ്. സൂര്യകുമാർ എനിക്ക് 5-6 കളികൾ ഇന്ത്യക്ക് വേണ്ടിയിട്ട് T20യിൽ ക്യാപ്റ്റൻ പദവിയിൽ 3 കളി എന്തോ ജയിച്ചു, 2 കളി എന്തോ തോറ്റു. അപ്പൊ അങ്ങനെയുണ്ട്. പിന്നെയുള്ളത് ശുഭൻ ഗില്ലും ഈ പറയുന്ന ഇപ്പോൾ നിലവിൽ ക്യാപ്റ്റനാണ്. അപ്പൊ ഇതില് അപ്പം നമുക്ക് കണ്ടാൽ മനസ്സിലാവുന്ന ഹാർദിക് പാണ്ഡ്യക്കാണ് ഏറ്റവും കൂടുതൽ ചാൻസസ് കൂടുതൽ എന്ന് പറയുന്നത്. പക്ഷേ എന്റെ ഒരു അഭിപ്രായം മാത്രമാണ് പറയുന്നത്, ഇതിൽ ആർക്കാണ് ക്യാപ്റ്റൻസി കൊടുക്കാനുള്ളത് എന്നുള്ളത്. ഹാർദിക് പാണ്ഡ്യ നല്ലൊരു ബാറ്റ്സ്മാൻ ആണ്, നല്ലൊരു ബൗളറാണ്, നല്ലൊരു ഓൾറൗണ്ടർ ആണ്, ടീമിൽ എപ്പോഴും വേണ്ട ഒരാൾ തന്നെയാണ്. പക്ഷെ എനിക്ക് താല്പര്യമില്ല സത്യം പറഞ്ഞാൽ ഹാർദിക് പാണ്ഡ്യക്ക് ക്യാപ്റ്റൻസി എന്ന് പറയുന്ന പദവിയിലേക്ക്. കാരണം ഹാർദിക് പാണ്ഡ്യ കുറച്ച് അഹങ്കാരിയാണ്, കുറച്ച് അഹങ്കാരം കയ്യിലുള്ള മനുഷ്യനാണ്. ആ അഹങ്കാരം കയ്യിലുള്ള മനുഷ്യന് ക്യാപ്റ്റൻസി കൊടുക്കുമ്പോൾ ആ അഹങ്കാരം ഇന്ത്യൻ പിന്നീട് മറ്റുള്ളവർക്ക് അവരുമായിട്ട് സഹകരിച്ച് പോകാനുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഒരു ഒത്തൊരുമ നഷ്ടപ്പെടും. അതുമല്ല ഒരു അഹങ്കാരം ഇന്ത്യൻ ടീമിനെ മൊത്തം ബാധിക്കുമെന്ന് ഞാൻ സംശയിക്കുന്നു. അതുകൊണ്ട് തന്നെ ഹാർദിക് പാണ്ഡ്യക്ക് ക്യാപ്റ്റൻ കൊടുക്കുന്നതിനോട് എനിക്ക് താല്പര്യം കുറവാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. പിന്നെയുള്ളത് ബുംറ നല്ലൊരു ക്യാപ്റ്റൻ ആയിട്ട് വരുമെന്നാണ് ഞാൻ ബുംറയ്ക്ക് ഒരു പ്രശ്നമില്ല, വല്ല അഹങ്കാരം കാര്യങ്ങളൊന്നും. കാരണം ഇത്രയും സീനിയർ പ്ലെയർ ആണ്. ഇന്ത്യ ഇത്രയും കാലം കളിച്ച് ഇന്ത്യ ഇന്ന് ഈ പറയുന്ന വേൾഡ് കപ്പ് വരെ ജയിക്കാൻ വേണ്ടിയിട്ട് ചുക്കാൻ പിടിച്ചത് മറ്റാരുമല്ല ബുംറ എന്ന് പറയുന്ന ബൗളർ ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇന്ത്യ തോറ്റുപോയേക്ക്. അപ്പോൾ ബുംറയ്ക്ക് ഇത്രയും കാലം നിങ്ങൾക്ക് അങ്ങനെ ഒരു അംഗീകാരം ബുംറയ്ക്ക് കൊടുക്കുന്നതായിരിക്കും. ബുംറ രണ്ട് തവണ ക്യാപ്റ്റൻസി പദവി പിന്നീട് സ്വീകരിക്കുകയും 2 തവണയും ഇന്ത്യ ജയിപ്പിച്ച ചരിത്രവുമുണ്ട്. അതുകൊണ്ട് തന്നെ ബുംറ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കാം. അതുപോലെ തന്നെ
ബുംറ അത്ര സീനിയർ അല്ലെങ്കിലും കൂടി സ്കൈയും T20 തന്നെ വേൾഡിലെ നമ്പർ 1 ബാറ്റ്സ്മാൻ ആണ്. അതുകൊണ്ട് തന്നെ സ്കൈക്ക് നമുക്ക് അങ്ങനെ ഒരു അവസരം കൊടുക്കാം. സിമ്പിൾ ആണ്, ഈ പറയുന്ന അഹങ്കാരമോ കാര്യങ്ങളോ ഒന്നുമില്ല. ശുഭൻ ഗില്ലിനെ ഞാൻ പറയുന്ന കൊച്ചു പയ്യനാണ്. ഇനി അവനെ പെട്ടെന്ന് കൊണ്ടുവന്ന് അവനെ ക്യാപ്റ്റൻസി ഒക്കെ കൊടുത്ത് അവന്റെ കളി ഉള്ളതും കൂടി തകർക്കാതിരിക്കാം, കുറച്ചും കൂടി പഠിച്ച് കുറച്ചും കൂടി പിന്നെ എന്ത് ചെയ്യുന്നു പരിചയ സമ്പത്തൊക്കെ കിട്ടട്ടെ. അതിനുശേഷം എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അവർക്ക് ക്യാപ്റ്റൻ പദവിയിലേക്ക് പിന്നീട് എന്താണ് പിന്നീട് പരിഗണിക്കേണ്ടത് അപ്പോഴാണ് എന്നാണ് എന്റെ അഭിപ്രായം. അപ്പൊ എന്റെ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ആഗ്രഹം ജസ്പ്രീത് ബുംറയെ ക്യാപ്റ്റൻ ആക്കണമെന്നാണ് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ആഗ്രഹം. ഇപ്പം മുഖ്യമായും ഹാർദിക് പാണ്ഡ്യയെ തന്നെ ആകും. പക്ഷെ ഹാർദിക് പാണ്ഡ്യയുടെ ഉള്ളിലുള്ള ആ ഒരു ഹുങ്കുണ്ടല്ലോ, ഒരു അഹങ്കാരം, അത് ടീമിനെ മൊത്തം ബാധിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഒന്നീ ബുംറ, പിന്നീട് അതല്ലെങ്കിൽ സ്കൈ ആയാലും കുറച്ചും കൂടി കഴിയട്ടെ, സ്കൈ കുറച്ചും കൂടി എന്താണ് ഞാൻ പറഞ്ഞത് കളിച്ചു വരട്ടെ, അവൻ നല്ല രീതിയിൽ കളിക്കുക, അവനെ പെട്ടെന്ന് ഒരു ഇതിലേക്ക് വരണം. പക്ഷെ ഏറ്റവും കൂടുതൽ പിന്നീട് യോഗ്യത അല്ലെങ്കിൽ എന്റെ മനസ്സിൽ ബുംറയെ ക്യാപ്റ്റൻ ആക്കണം എന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റ് ചെയ്യും. നമുക്ക് വീണ്ടും കാണാം. ശരി.